അങ്ങനെ ഒടുവിൽ മാസപ്പിടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് വീണ ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ED ഓഫീസിലെത്തിയത്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് നൽകിയിരുന്നുവെങ്കിലും വീണ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അഭിഭാഷകൻ മുഖേന രേഖകളെല്ലാം സമർപ്പിക്കാം എന്ന് വീണ പറഞ്ഞു. എന്നാൽ ED അത് അംഗീകരിച്ചില്ല. നേരിട്ട് തന്നെ എത്തണമെന്നും ചോദ്യങ്ങൾക്ക് മറുപടി തരണമെന്നും ED വ്യക്തമാക്കി. തുടർന്ന് ഇന്ന് ഹാജരാകാൻ ED സമൻസ് നൽകുകയായിരുന്നു. ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. വീണ ചോദ്യം ചെയ്യലിന് അകത്തേക്ക് കയറിയതിന് പിന്നാലെ റിയാസ് തിരികെ പോയി. ചോദ്യം ചെയ്യൽ രാത്രി വരെ നീണ്ടേക്കാം. അതിനാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുമെന്ന് കണ്ടാണ് MLA കൂടിയായ റിയാസ് ഉടനെ തന്നെ മടങ്ങിയത്. ചോദ്യം ചെയ്യൽ വീണയ്ക്ക് അതിനിർണായകമാണ്. വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കും CMRലുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കാനാണ് ED പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL MD ശശിധരൻ കർത്തയുടെ മക്കളെയും ഭാര്യയെയും ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് വീണയും EDയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് ഏറെ പ്രധാനമാണ്. CMRൽ നിന്ന് വീണ മാസപ്പടിയായി 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലെടുത്ത കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ED അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് CMRലിന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ല. ഇക്കാര്യം വീണ SFIO ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടാതെ ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയും വീണ എടുത്തിരുന്നു. കരിമണൽ കമ്പനിയായ CMRലുമായി വീണയ്ക്ക് എന്താണ് ബന്ധമെന്നതാണ് ഏറെ പ്രസക്തമായ ചോദ്യം. CMRലിന് ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകാൻ പ്രാപ്തമായ IT കമ്പനി ആയിരുന്നില്ല എക്സാലോജിക്. കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതിന് പിന്നാലെയാണ് കേസിലെ അന്വേഷണ നടപടികൾ ED ഊർജിതമാക്കിയത്. ED അന്വേഷണത്തിനെതിരെ CMRൽ നൽകിയിരുന്ന ഹർജി മെയ് 26-ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. തൊട്ടടുത്ത ദിവസം ED വീണയുടെ വീടുകൾ ഉൾപ്പെടെ 12ഓളം ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. ഇതിനെതിരെ CMRൽ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു. വീണയുമായി ബന്ധപ്പെട്ട 3 വീടുകളിലാണ് ED അന്ന് റെയ്ഡ് നടത്തിയത്. ഇതിൽ പിണറായി വിജയൻ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീടും ഉൾപ്പെട്ടിരുന്നു. കോഴിക്കോട്ടെ മുഹമ്മദ് റിയാസിന്റെയും കണ്ണൂരിലെ പിണറായിയുടെ കുടുംബ വീട്ടിലും റെയ്ഡ് നടന്നു. റെയ്ഡിൽ നിർണായകമായ പല രേഖകളും ED പിടിച്ചെടുത്തിരുന്നു. വീണയെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അന്ന് CPM പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് റെയ്ഡിനെതിരെ ഉയർത്തിയത്. 3 ഇടങ്ങളിലും പാർട്ടി അണികൾ തടിച്ചുകൂടുകയും EDക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പ്രതിഷേധം നിയന്ത്രണം വിടുന്നത് നമ്മൾ കണ്ടു. ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ചു. അവർക്ക് പരിക്കേറ്റു. ഈ കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകർ ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിൽ തുടരുകയാണ്. ED റെയ്ഡിനെതിരെ ദില്ലിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയാണ് തെരുവിലിറങ്ങിയത്. എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്കാണ് പിന്നീട് വഴിവെച്ചത്. പാർട്ടി അംഗമല്ലാത്ത വീണയ്ക്കെതിരായ ED നടപടിയെ CPM എന്തിന് പ്രതിരോധിക്കുന്നു എന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് മറുപടിയില്ലാതെയായി. പിന്നാലെ വിഷയത്തിൽ നിന്ന് പാർട്ടി പതുക്കെ പിൻവലിഞ്ഞു നിൽക്കുകയാണ്. വീണ കേസിനെ നിയമപരമായി നേരിടട്ടെ എന്നാണ് ഇപ്പോൾ നേതാക്കളുടെ നിലപാട്. അതിനാൽ ഇന്ന് വീണയെ ചോദ്യം ചെയ്യുന്ന ദിവസത്തിൽ നേതാക്കളും അണികളും അടങ്ങിയിരിക്കുകയാണ്.